സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 5 ആക്കി കുറയ്ക്കുന്ന, ശനി ഞായർ ഒഴിച്ച് ബാക്കി 5 ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി 5 ദിവസം മതി. പക്ഷേ 9 മണി മുതൽ 5:30 വരെ സമയം, അരമണിക്കൂർ രാവിലെയും ഒരു മണി 9 അരമണിക്കൂർ വൈകുന്നേരം, അരമണിക്കൂർ രാവിലെ, 9:30 5:30 അല്ലെങ്കിൽ 9 5 അങ്ങനെ പല ടൈമിൻ്റെ വ്യത്യാസം പറയുന്നു. എന്തായാലും അതിൻ്റെ ഒരു യോഗം വിളിച്ചിരിക്കുകയാണ്. 2 പ്രാവശ്യമാണ് ആ മീറ്റിംഗ് ചീഫ് സെക്രട്ടറി മാറ്റിവെച്ചത്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനങ്ങൾ ആഴ്ചയിൽ 5 ആക്കി കുറയ്ക്കാനുള്ള വീണ്ടും സംഘടനകളുടെ യോഗം ചീഫ് സെക്രട്ടറി മറ്റന്നാൾ 10 മണിക്ക് ഓൺലൈനിൽ യോഗം വിളിച്ചിരിക്കുകയാണ്. നേരത്തെ വിളിച്ചതാണ്, 2 പ്രാവശ്യം വിളിച്ചതാണ് ഓൺലൈനിൽ മീറ്റിംഗ്. 2 പ്രാവശ്യം അത് മാറ്റിവെച്ചു. ഒരു സംഘടനയിൽ നിന്ന് ഒരു പ്രതിനിധിക്കാണ് ക്ഷണം. പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് നിർദ്ദേശങ്ങൾ എഴുതി നൽകിയാൽ മതി. 2 തവണ യോഗം വിളിച്ചെങ്കിലും മീറ്റിംഗ് ചേരാൻ കഴിഞ്ഞില്ല. പ്രവൃത്തി ദിനങ്ങൾ 5 ആക്കുന്നതിൽ പക്ഷേ എല്ലാ സർവീസ് സംഘടനകളും അനുകൂലമാണ്. കാരണം അവർക്ക് ആഴ്ചയിൽ 5 ദിവസം പോയാൽ മതിയല്ലോ എന്നുള്ളതുകൊണ്ട് അവർ ദേ ആർ ഹാപ്പി. പക്ഷേ അവധി വെട്ടിക്കുറയ്ക്കരുത്, അതേസമയം കാഷ്വൽ ലീവും വെട്ടിക്കുറയ്ക്കരുത്, ഏൺഡ് ലീവും വെട്ടിക്കുറയ്ക്കരുത് എന്നുള്ള, ഏൺഡ് ലീവ് ചിലപ്പോൾ നഷ്ടമാകും എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. ഏൺഡ് ലീവ് വെട്ടിക്കുറയ്ക്കരുത് എന്നുള്ള ഒരു ആവശ്യം അവർ വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ജീവനക്കാരെ ഒപ്പം നിർത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ചയെന്നും ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇത് നടപ്പിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമാണോ എന്നറിയില്ല. കാരണം ഇത് ഇനി 2-3 മാസക്കാലമേ ഉള്ളൂ. അപ്പോൾ ഇത് ചർച്ച ചെയ്തൊരു ഉത്തരവൊക്കെ ഇറങ്ങി ഈ സർക്കാരിൻ്റെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇത് നടപ്പിലാക്കാൻ പറ്റുമോ നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ആഴ്ചയിൽ 5 ദിവസമാക്കണം. അതിൻ്റെ സമയം 10:05 എന്നുള്ളത് 9:30 5:30 അല്ലെങ്കിൽ 9:05 അങ്ങനെ പല സമയവും. ഇതിൻ്റെ സമയം 1 മണിക്കൂർ വീതം കൂട്ടി 6 മണിക്കൂർ എടുത്ത്, ആഴ്ചയിൽ 5 മണിക്കൂർ കൂടുതലെടുത്ത് 5 ദിവസത്തേക്കായിട്ട് ചുരുക്കി സേവനം കൊടുക്കുക, ആളുകൾക്ക് സേവനം കൊടുക്കുക. അപ്പോൾ ഒരുപാട് ലാഭമുണ്ടാകുമെന്നാണ് സർക്കാരിൻ്റെ കാര്യം. ഒന്ന്, എഫിഷ്യൻസി വർദ്ധിക്കും. 5 ദിവസം വർക്ക് ചെയ്താൽ മതിയല്ലോ, 2 ദിവസം ലീവ് കിട്ടുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകളുടെ ഒരു ആരോഗ്യവും വർക്ക് ചെയ്യാനുള്ളൊരു എഫിഷ്യൻസിയും കൂടും. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളിൽ മെറ്റീരിയലുകൾ, കറണ്ട്, വെള്ളം, അതുപോലെ വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നത്, അതിൻ്റെ പൊല്യൂഷൻ, ഇങ്ങനെ മൊത്തത്തിൽ ഒരു ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് അരമണിക്കൂർ വീതമല്ലേ ഓരോ ദിവസം മാറ്റുന്നുള്ളൂ. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ 10 മണിക്ക് വരുന്നത് അല്ലെങ്കിൽ 10:30 വരുന്നത്, അത് 9:30 ആക്കിയാൽ 10 മണിക്ക് എത്തിയാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ 5:30 എന്നുള്ളത്, അല്ലെങ്കിൽ 4:30 പോകും പലരും. അപ്പോൾ 5 മണിക്ക് പോകാം. ഇപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തോളും. ഉദ്യോഗസ്ഥരെ ഇത് ഏൽപ്പിച്ചാൽ പിന്നെ അവർക്കിത് നന്നായി കൈകാര്യം ചെയ്യാനൊക്കെ അറിയാം. അല്ല, അവർക്കിപ്പോൾ ഓഫീസിൽ ഇരിക്കുന്നവരിക്കും, പോകുന്നവർ പോകും. അതിനകത്ത് അത് പിന്നെ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പിന്നെ പഞ്ചിങ്ങൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസമായിട്ട് കാര്യങ്ങൾ സംഭവിക്കും. പക്ഷേ എന്തായാലും 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസമാക്കാനുള്ള തീരുമാനം സജീവമാണ്. അപ്പോൾ ഏൺഡ് ലീവ് ഒരുപക്ഷേ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. അത് നഷ്ടപ്പെടുത്താതെ 5 ദിവസം കൊടുക്കണം എന്നുള്ളതാണ് ലീവ് സറണ്ടർ. ഏൺഡ് ലീവ് എന്ന് പറയുന്നത്, ലീവ് സറണ്ടർ എന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ കാണില്ല. പക്ഷേ അത് വേണം എന്നുള്ളതാണ് സംഘടനകളുടെ കർശനമായ ഡിമാൻഡ്.